കാര്യവിചാരകത്വം അഥവാ സ്റ്റിവാർഡ്ഷിപ്പ് എന്നത് വിഭവങ്ങളുടെ വിശ്വസ്തയോടുള്ള വിനിയോഗമാണ്. ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും നൽകപ്പെട്ടിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഉടമ ദൈവമാണ്. ഭൂമിയിലെ സസ്യലതാദികളെയും ജീവവർഗങ്ങളെയും മനുഷ്യനെയുമെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിക്കുകയും അവൻ്റെ മേൽ ജീവശ്വാസം ഊതുകയും ചെയ്തപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആക്കി. കൂടാതെ മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തുകയും അവൻ്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി അവന് ഭാര്യയായി നൽകുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ഉടമ ദൈവമാണ് എന്നുള്ളതാണ്. ദൈവമാണ് സകലതും നമുക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നൽകപ്പെട്ടിട്ടുള്ള സമ്പത്തിൻ്റെയും വസ്തുക്കളുടെയും ഉടമകളല്ല നാം, മറിച്ച് അതിൻ്റെ പരിപാലകർ മാത്രമാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവരായി വന്നു പിറക്കുകയും ഒന്നും കൊണ്ടുപോകാതെ മടങ്ങി പോവുകയും ചെയ്യുന്നു. നാം ഒന്നിൻ്റെയും ഉടമയല്ല, കാര്യ വിചാരകനാണ്. പണം എന്നത് ഒരു വിഭവമാണ്, അതിൻ്റെയും പരിപാലകരാണ് നാം. പണത്തെ വിശ്വസ്തയോടെ വിനിയോഗം ചെയ്യേണ്ടത് ക്രിസ്തീയ കാര്യവിചാരകത്വത്തിൻ്റെ ഭാഗമാണ്. കാര്യവിചാരകത്വത്തിൽ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ദാനം. നമുക്ക് നൽകപ്പെട്ട സമ്പത്ത് നമുക്കായി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, അർഹതപ്പെട്ടവർക്ക് അത് ദാനം ചെയ്യുവാൻ കഴിയണം. ക്രിസ്തീയ ദാനം വില ഗണ്യമാക്കാതെ നൽകേണ്ട ഒന്നാണ്. നൽകപ്പെട്ട വേദഭാഗങ്ങളിലൂടെ വില ഗണ്യമാക്കാതെ ദാനം നൽകിയ ചില മഹത് വ്യക്തികളെക്കുറിച്ചും അതിന് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത വിട്ടുകൊടുക്കുക. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം വില ഗണ്യമാക്കാതെ തൻ്റെ അനന്തരനായ ലോത്തിന് നൽകിയ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ ജന്മദേശം ഊർ എന്ന ബാബിലോണിയൻ പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് കനാനിലേക്കുള്ള യാത്രാമധ്യയാണ് സിറിയൻ പ്രദേശമായ ഹാരാനിൽ എത്തിച്ചേരുന്നത്. പിന്നീട് അവൻ കനാൻ ദേശത്ത് എത്തിച്ചേരുന്നു. അബ്രഹാമിനോടൊപ്പം തൻ്റെ ഭാര്യയായ സാറയും അനന്തരവനായ ലോത്തും ഉണ്ടായിരുന്നു. അബ്രഹാമിന് ധാരാളം ആടുമാടുകളും ദാസിദാസന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോത്തിനും ധാരാളം സമ്പത്തുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ആടുമാടുകളെ ഒരേ സ്ഥലത്ത് മാനേജ് ചെയ്യുക എന്നത് പ്രയാസകരമായ കാര്യമായി മാറി. കൂടാതെ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ പലപ്പോഴും ശണ്ടയിട്ടു. കൂടാതെ ചുറ്റുപാടും താമസിച്ചിരുന്ന കനാന്യരുടെയും പെരിസ്യരുടെയും മുമ്പിൽ അത് നാണക്കേടുമായിരുന്നു. അതുകൊണ്ട് ലോത്തിനോട് തന്നെ വിട്ടുപിരിയുവാൻ അബ്രഹാം ആവശ്യപ്പെടുന്നു. പാർക്കേണ്ട പ്രദേശം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അബ്രഹാം ലോത്തിന് നൽകുന്നു. ലോത്ത് ഏറ്റവും ഫലഭൂയിഷ്ടമായതും ജലലഭ്യതയുള്ളതുമായ യോർദാൻ അരികെയുള്ള പ്രദേശം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അബ്രഹാം തിരഞ്ഞെടുത്തത് ഹെബ്രോൻ കുന്നുകളാണ്. ഇത് കനാൻ ദേശത്തിൻ്റെ ഭാഗമായിരുന്നു. ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും ആ ദേശം അവകാശമായി നൽകുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. എന്നാൽ ലോത്ത് തിരഞ്ഞെടുത്ത പ്രദേശം സോദോം ഗോമോറ പ്രദേശങ്ങളായിരുന്നു. ശത്രുരാജ്യങ്ങൾ ഈ ദേശം ആക്രമിക്കുകയും ലോത്തിനെയും കുടുംബാംഗങ്ങളെയും സമ്പത്തിനെയും അപകരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അബ്രഹാം തൻ്റെ ഭവനത്തിലെ അഭ്യാസികളായിരുന്ന 318 പേരുമായി ചെന്ന ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ലോത്തിനെയും കുടുംബാംഗങ്ങളെയും അവൻ്റെ സമ്പത്തും മടക്കിക്കൊണ്ടുവരുന്നു. പിന്നീട് ആ ദേശം അഗ്നിമഴയാൽ നശിപ്പിക്കപ്പെടുന്നു. തൻ്റെ അനന്തരവനായ ലോത്തിനു വേണ്ടി ഏറ്റവും നല്ല ഭൂപ്രദേശം വിട്ടുകൊടുത്ത് ഹെബ്രോൻ കുന്നുകൾ തിരഞ്ഞെടുത്ത അബ്രഹാം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നതായി നാം വായിക്കുന്നു. എന്നാൽ യോർദാൻ തീരങ്ങൾ തിരഞ്ഞെടുത്ത ലോത്തിന് എല്ലാം നഷ്ടമാകുന്നു. വിട്ടുകൊടുക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഈ ലോകപ്രകാരം വിലയേറിയതെന്ന് നാം കരുതുന്ന പലതും നശ്വരമാണ്. പണവും പദവിയും എല്ലാം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹവും ദൈവപ്രസാദവും ലഭ്യമാകുന്നതിന് നാം മുൻഗണന നൽകേണ്ടതുണ്ട്. നാം നനയ്ക്കുന്നതിന് അപ്പുറമായി നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം മതിയായവനാണ്. രണ്ടാമത്തെ ചിന്ത പ്രാപ്തി പോലെ നൽകുക. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് മക്കദോന്യ സഭകളായ ഫിലിപ്പിയ, തെസലോനിക്ക തുടങ്ങിയ സഭകൾ യെരുശലേമിലെ
പാവപ്പെട്ട ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിൽ പങ്കാളികളായ പ്രവൃത്തിയെയും അതിലൂടെ അവർക്ക് ലഭിച്ച ദൈവകൃപയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നാണ് ദൈവിക ശുശ്രൂഷയ്ക്കായി നൽകിയത്. ഇതിന് കാരണമായി തീർന്നത് അവരുടെ സമർപ്പണ മനോഭാവമാണ്. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയുന്നവർക്കാണ് ഇപ്രകാരം ദൈവിക ശുശ്രൂഷയെയും ആവശ്യത്തിരിക്കുന്നവരെയും സഹായിക്കുവാൻ കഴിയുന്നത്. കാരണം അവർ ദൈവത്തിനാണ് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളാകുന്ന നാം വിശ്വാസം, വചനം, പരിജ്ഞാനം തുടങ്ങി പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നവരാണ്. എന്നാൽ ഔദാര്യ ദാനങ്ങൾ നൽകുന്ന കാര്യത്തിനും നാം മുൻഗണന നൽകണമെന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവാണ് ഇതിനുള്ള മാതൃക. യേശുക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞാണ് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ ഭൂമിയിൽ വന്ന് പിറന്നത്. എന്നാൽ നാം പ്രാപ്തിക്ക് മീതെയല്ല, പ്രാപ്തിയുള്ളത് പോലെയെങ്കിലും ഔദാര്യ ദാനങ്ങൾ നൽകണമെന്ന് പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ സമത്വം എന്ന ആശയം പൗലോസ് അവതരിപ്പിക്കുന്നു. ധാരാളം സമ്പത്തുള്ളവർ തങ്ങളുടെ ആഡംബരത്തിനായി ചിലവാക്കുന്ന പണം ദൈവിക ശുശ്രൂഷയ്ക്കായും മറ്റുള്ളവരുടെ നന്മയ്ക്കായും മാറ്റിവെക്കുമ്പോൾ സമത്വം എന്ന ദൈവിക ആശയം യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും തുല്യരാണ്. ഈ തുല്യതയാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ദർശിക്കുന്നത്. എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായി മാറുന്നു. ഇത് ദൈവ അനുഗ്രഹങ്ങൾക്കുള്ള മുഖാന്തരമാണ്. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളിൽ ഒരു ഭാഗം ദൈവിക ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായും മാറ്റിവെക്കണം. മൂന്നാമത്തെ ചിന്ത, വിലയേറിയത് നൽകുക. വിലയേറിയത് നൽകുക. മർക്കോസ് 14 അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു ബെഥാനിയയിലെ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ എന്ന വ്യക്തിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനായിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് നാം വായിക്കുന്നു. ഇതേ സംഭവം യോഹന്നാൻ 12 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ഇവിടെ മാർത്തയുടെയും ലാസന്റെയും സഹോദരിയായ മറിയയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് കാരണം അവൾ ക്രിസ്തുവിന് അത്ര അധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ ക്രൂശുമരണത്തിന് ചില ദിവസങ്ങൾ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. യേശു അവളുടെ പ്രവൃത്തിയെ ശ്ലാഘിക്കുന്നു. എന്നാൽ അവിടെ കൂടിയിരുന്ന ചിലർ ഈ പ്രവൃത്തിയെ നിന്ദിക്കുന്നു. വിലയേറിയ ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കാരണം യഹൂദ മതത്തിൽ ദരിദ്രരെ സഹായിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കണ്ടിരുന്നു. ഇവിടെ യേശു നമ്മെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവിനായി നൽകുന്നത് ദരിദ്രർക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യമേറിയ കാര്യമാണ് എന്നുള്ളതാണ്. മറ്റെന്തിനേക്കാളും ക്രിസ്തുവിന് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തീയ ശുശ്രൂഷകൾക്കായി നൽകേണ്ടതും വളരെ പ്രധാനമാണ്. ഇവിടെ പണത്തിൻ്റെ മൂല്യം നോക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾക്കുള്ള മുഖാന്തരങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിലയേറിയത് എന്ന് നാം കരുതുന്ന അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ വിലയേറിയതെന്ന് നാം കരുതുന്ന ഒന്നിൻ്റെയും ഉടമ നാം അല്ലെന്ന് ഓർക്കുക. ദൈവം അതിനെ നമുക്ക് നൽകിയതാണ്. നാം അതിൻ്റെ പരിപാലകർ മാത്രമാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് നാം രൂപപ്പെടുത്തണം. ദൈവിക ശുശ്രൂഷകൾക്കായി പ്രാപ്തിക്ക് അനുസരണമായും വിലയേറിയതും നൽകുവാൻ നാം കടപ്പെട്ടവരാണ്. ഇപ്രകാരം മൂല്യം ഗണ്യമാക്കാതെ നൽകുന്നതിലൂടെ അനുഗ്രഹങ്ങൾ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.